വേദന മാറിയതിന് ശേഷം കഴുത്തിൻ്റെ മസിൽ ശക്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴുത്തിൻ്റെ ശരിക്കുള്ള മസിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ കഴുത്ത് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സാവകാശം വലത്തോട്ടും ഇടത്തോട്ടും സ്ട്രെച്ച് ചെയ്യുക. 1 2 3 ഇതുപോലെ 15 വരെ എണ്ണുക. അതുപോലെ തന്നെ കഴുത്ത് പുറകിലോട്ടാക്കിയിട്ട് മുന്നിലോട്ടും അധികം ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറകിലോട്ട് പൂർണ്ണമായിട്ട് ബെൻഡ് ചെയ്യുക. ഇതുപോലെ 15 തവണ ചെയ്യണം. അതിനുശേഷം മസിലിൻ്റെ എക്സസൈസ് കാണിച്ചു തരാം. മസിലിൻ്റെ എക്സസൈസ് ചെയ്യുന്നത് ഇത് ഒരു കോട്ടാണ്. ഈ കോട്ട് നീളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ വീട്ടിൽ കട്ടിലാണെങ്കിൽ കട്ടിലിന് കുറുകെ കമിഴ്ന്ന് കിടന്നിട്ട് കഴുത്ത് തൂക്കിയിടുകയാണ് വേണ്ടത്. കാണിച്ചു തരാം. കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം കഴുത്ത് പൂർണ്ണമായിട്ടും പുറകിലോട്ട് മുന്നിലോട്ട് തൂക്കിയിടുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ പിടിച്ചതിന് ശേഷം നേരെ മുകളിലോട്ട് നോക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 ഇതുപോലെ 30 തവണ വരെ ചെയ്യണം. അങ്ങനെ 3 റൗണ്ട് ചെയ്യണം. ഓരോ ദിവസവും തവണകൾ കൂട്ടിയിട്ട് 30 തവണ ചെയ്താൽ മതിയാവും. പക്ഷെ 3 തവണ എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യണം. അതിനുശേഷം മലർന്ന് കിടന്നിട്ട് രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുക. ഇതുപോലെ പുറകിലോട്ട് തൂക്കിയിടുക. 1 2 ഇതുപോലെ 20 തവണ ചെയ്താൽ മതി. 3 തവണ ചെയ്യണം. 3 റൗണ്ടായിട്ട് ചെയ്യണം. ഒരു ദിവസം 1 തവണ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ 2 എക്സസൈസുകൾ മാത്രം മതി നമ്മുടെ കഴുത്തിൻ്റെ മസിൽ ശക്തിപ്പെടാൻ. അപ്പോൾ കഴുത്ത് എപ്പോഴും നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വേണം ജോലി ചെയ്യാൻ. ഇങ്ങനെ തൂക്കിയിട്ടുള്ള ജോലികൾ പരമാവധി ഒഴിവാക്കുക. ഇതാണ് നമ്മൾ കഴുത്ത് വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വായിക്കുമ്പോൾ ഇതുപോലെ വായിക്കുക. ജോലി ചെയ്യുമ്പോഴും പച്ചക്കറി അരിയുമ്പോഴെല്ലാം നമ്മൾ കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇതുപോലെ അരിയണം. എന്നാൽ കഴുത്ത് വേദന വരാതിരിക്കാൻ സഹായിക്കും.